ആരും പേടിക്കണ്ട കേട്ടോ, മുല്ലപ്പെരിയാർ പൊട്ടിയതൊന്നുമല്ല. ആരും പേടിക്കണ്ട കേട്ടോ, മുല്ലപ്പെരിയാർ പൊട്ടിയതൊന്നുമല്ല. ഇത് കർണാടകയിൽ തുംഗഭദ്ര എന്ന് പറഞ്ഞ അണക്കെട്ടിൻ്റെ ഒരു ഷട്ടർ പൊളിഞ്ഞ്, ഒരു ഷട്ടറല്ല ഒരു ഗേറ്റ് പൊട്ടിയിട്ടുണ്ടായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ സീസണൽ ടോപ്പിക് എന്ന് ഞാൻ പറയാൻ കാരണം, ഈ ഉരുൾപൊട്ടൽ വരുന്ന സമയത്തും പിന്നെ പ്രളയം വരുന്ന സമയത്ത് ഭയങ്കരമായ ശക്തിയുള്ള മഴ പെയ്യുന്ന സമയത്തൊക്കെ സീസണലായിട്ട് മാത്രം നമ്മുടെ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയാസിലും പിന്നെ പ്രകൃതി സ്നേഹികളുടെ അടുത്തോട്ടും അങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്തോട്ട് വരുന്ന ടോപ്പിക്കാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇപ്രാവശ്യം സെയിം നമ്മുടെ ഉരുൾപൊട്ടൽ വന്ന സമയത്താണ് സീസൺ തുടങ്ങുന്നത്. ആ സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ വിഷയം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഡാം പൊട്ടൂലേ എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. പല സ്റ്റഡീസിൻ്റെ ആസ്പദമാക്കിയിട്ടും പിന്നെ അവിടുത്തെ നാട്ടുകാരുടെ അവസ്ഥയും പിന്നെ ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പല കാരണങ്ങളും എടുത്തിട്ടാണ് ഈ ഡാമിനെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കാറ്. എല്ലാ വർഷവും ഒരേ ടോപ്പിക്ക്, ഒരേ ഡിസ്കഷൻ, ഒരേ വൈൻഡപ്പുമാണ്. അതായത് സീസൺ കഴിയുമ്പോൾ നമ്മളത് മടക്കി വെച്ച് പോയി നമ്മൾ അടുത്ത കാര്യത്തിലോട്ട് പോകും. അപ്പം ഇന്ന് ഈ ഒരു വാർത്ത കണ്ടപ്പം ഈ കർണാടകയിൽ ഈ തുംഗഭദ്ര എന്ന് പറഞ്ഞ ആ ഒരു അണക്കെട്ട് 35 ഷട്ടറുള്ള അണക്കെട്ടാണ്. അതായത് 70 വർഷമായിട്ട് പണി കഴിഞ്ഞു. 1949 പണി തുടങ്ങി 1953 കമ്മീഷൻ ചെയ്ത ഒരു അണക്കെട്ടാണിത്. ഈ അണക്കെട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമൻറ്റ് ഉപയോഗിക്കാണ്ട് പണിത അണക്കെട്ടാണ്. അതായത് നമുക്കറിയാം ഈ സുർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിശ്രിതവും അതിൻ്റെ കൂടെ തന്നെ കരിങ്കല്ല് വെച്ചിട്ട് പണിത അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാറും പിന്നെ ഈ പറഞ്ഞ തുംഗഭദ്ര അണക്കെട്ടും. അപ്പം ഈ അണക്കെട്ട് 1953 ഇത് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് 70 ഇയേഴ്സ് ആണ് അതിൻ്റെ കാലപ്പഴക്കം. അതാണ് അതിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം കറക്റ്റ് 70 ഇയേഴ്സ് കഴിഞ്ഞ് 71 ഇയേഴ്സ് ആയപ്പോഴേക്കും ഡാമിൻ്റെ ഒരു ഷട്ടർ മീൻസ് ഒരു ഗേറ്റ് ഇന്നലത്തെ ശക്തമായിട്ടുള്ള മഴയിലും ഒലിച്ചിലും പൊട്ടിയിട്ടുണ്ട്. അപ്പം അന്ന് അവർ കൊടുത്തിട്ടുള്ള ആ ഉറപ്പ്, അന്ന് ആ നിർമ്മിതിക്ക് കൊടുത്തിട്ടുള്ള മാക്സിമം ടൈമിൽ തന്നെ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സൈഡ് പൊട്ടി. ഇനി കൂടുതലൊന്നും വരാണ്ടിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതേ സമയത്ത് മുല്ലപ്പെരിയാർ എടുക്കുന്ന സമയത്ത് മുല്ലപ്പെരിയാർ ഇതേ പറഞ്ഞ പോലെ 130 വർഷങ്ങളായി ഓൾമോസ്റ്റ്. പണിത സമയത്ത് ഈ 50 വർഷം മാത്രം ലൈഫ് ടൈം കൊടുത്തിട്ടുള്ള ഒരു അണക്കെട്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ 130 വർഷമായിട്ടുണ്ട്. ഈ പറഞ്ഞ തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഡബിളാണ് ആ നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സൈസ് ഉള്ളത്. പല സ്ഥലത്ത് വിള്ളലുകളും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് 1979 അതിനൊരു അറ്റകുറ്റപ്പണികളൊക്കെ നടക്കി ഒരു ബേബി ഡാമൊക്കെ ഉണ്ടാക്കി മാക്സിമം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മൾക്ക് ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കഥകൾ. ഇതിനെപ്പറ്റി ഇപ്പം ചർച്ച ചെയ്യാൻ എനിക്കിവിടെ കൂടെ കൊണ്ടിരുത്തി ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യിപ്പിക്കാനൊന്നും ആരുമില്ല. പക്ഷേ ഈ ഒരു അണക്കെട്ട് പൊട്ടിയ സമയത്ത്, അതായത് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് കാണിക്കാനുണ്ടായിരുന്ന ഒരു അണക്കെട്ടായിരുന്നു. അതേ മിശ്രിതം വെച്ചിട്ട് സിമെൻ്റ് ഇല്ലാണ്ട് ഉണ്ടാക്കിയ ഒരു അണക്കെട്ട്. അപ്പം ഈ മുല്ലപ്പെരിയാർ പൊട്ടും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലോട്ട് നമ്മുടെ നാട് എത്തും എന്ന് പറയുന്നതിൻ്റെ ആ ഒരു തീവ്രതനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിലോട്ട് നമ്മുടെ വീണ്ടും ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു അണക്കെട്ടിൻ്റെ ഈ ഒരു വിള്ളലും പൊട്ടലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അല്ലാണ്ട് ഞാൻ ഇതിനെപ്പറ്റി എല്ലാ വർഷങ്ങളും എല്ലാവരും സംസാരിക്കുന്ന പോലെ വീണ്ടും സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു പൂർണ്ണ തീരുമാനങ്ങൾ ഒരു സർക്കാരിനും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് കേരള സർക്കാരാണെങ്കിലും തമിഴ്നാട് സർക്കാരാണെങ്കിലും ഇനി ഇതിലൊന്നും ഇടപെടാൻ കേന്ദ്ര കമ്മിറ്റികൾക്ക് ആർക്കും പറ്റാത്തൊരവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളാരും വിചാരിച്ചിട്ടില്ല വയനാട് ഇന്നൊരു സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ ഒരു സ്ഥലത്തും ഒരു ഉരുൾപൊട്ടലുകളും ഒരു പ്രളയവും നമ്മളാരും പ്രതീക്ഷിക്കാത്തതിനപ്പുറം തന്നെ നടന്നിട്ടുള്ളത്. അവിടെ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിലും അതുപോലത്തെ തന്നെ ഒരു ടൈം ബോംബ് തന്നെ ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞ മുല്ലപ്പെരിയാറും. ഇപ്പം ഇതിൽ
ഷട്ടർ പൊട്ടി, ഒരു സൈഡ് പൊട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ചീത്ത വാർത്തകൾ വരാണ്ടിരിക്കട്ടെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ.